ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിലിലോ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയേക്കുക. ഇന്ന് പക്ഷെ ഞാനും ചേച്ചാനും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ യാത്ര ട്രിവാൻഡ്രത്തിലോട്ടാണ്. പിള്ളേരൊന്നുമില്ല. ഏരന് ചെറിയൊരു ചുമയൊക്കെ ഉണ്ട്. അപ്പം ഇനിയും നമുക്ക് ലോങ് ഡ്രൈവുകൾ വരുന്നുണ്ട്. അപ്പം അവരെ ഒഴിവാക്കി ഈ പ്രാവശ്യം അവർ റെസ്റ്റ് എടുക്കട്ടെന്ന് കരുതി. അപ്പം ഞാനും ചേച്ചാനും മാത്രമേ ഉള്ളൂ. മെയിൻ ഉദ്ദേശം കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവാം, പിന്നെ ട്രിവാൻഡ്രത്ത് പോത്തീസിലൊന്ന് കയറാം. അതാണ് പരിപാടി. നമ്മൾ പോകുന്നത് വെഞ്ഞാറമൂട് വഴിയാണ്. അപ്പോൾ എൻ്റെ സ്ഥലം വെഞ്ഞാറമൂടാണല്ലോ. അപ്പം എൻ്റെ കുടുംബ വീടുമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിക്കാം. നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം. അതുപോലെ എനിക്കത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് ഇതൊക്കെ എഡിറ്റ് ചെയ്തിടുവാണെങ്കിൽ എനിക്ക് സൂക്ഷിച്ച് വയ്ക്കാം, മെമ്മറീസ് പോലെ വയ്ക്കാം എന്ന് കരുതി ഞങ്ങളുടെ ഒരു ഡേ മൈ ലൈഫ്. ചേച്ചാൻ എന്തെങ്കിലും പറയാട്ടോ? ഒന്നും പറയില്ലേ? കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ. വണ്ടി ഡ്രൈവൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? കേട്ടത്ത് വണ്ടി പുറകോട്ട് പോകുന്നു. ഗീറിട്ട് പിടിച്ചു നിർത്തണം. നമ്മളെത്താറായി വെഞ്ഞാറമൂട്. റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ കയറുന്നൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശമില്ല. പിന്നെ മെയിൻ കുടുംബ വീടൊക്കെ ഞാൻ ജനിച്ചു വളർന്ന വീടും ഒക്കെ ഒന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിക്കുക. കുറച്ച് നേരമായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നു, ഊണില്ല. വണ്ടി പുറകോട്ട് പോകാൻ എന്ത് ബ്ലോക്ക്, നല്ല ബ്ലോക്ക് ആയിരുന്നു. ഓ ശരി, അതെ, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? തിരക്കിലായി, ഒരു രക്ഷയില്ല. കുറച്ച് നേരമായിട്ട് ഇവിടെ കിടന്ന് കാണുക. ഡാഡിയുടെ ഫാക്ടറി. എൻ്റെ കളിക്കൂട്ടുകാരിയുടെ വീട്, ഹാഷിമംഗളുടെ വീട്. ഇതാ വീട്, കുടുംബ വീട്. ലൗഡേലെന്ന് തന്നെ ഇപ്പോഴും എഴുതിയിട്ടുണ്ട്. എൻ്റെ കുടുംബ വീട്. ഇപ്പം ഇത് വാടകയ്ക്ക് കൊടുത്തേക്കും, അതുകൊണ്ട് ഇല്ല. ഞങ്ങളുടെ കുടുംബ വീടിൻ്റെ പേരായിരുന്നു ഇത്, ലൗഡേൽ. ഞാൻ +2 പഠിച്ച സ്കൂള് കണ്ടയച്ച ഞാൻ പഠിച്ചിരുന്ന പണ്ട് എൻ്റെ ഫോട്ടോ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് ചോദിക്കൂ. ഞങ്ങള് കുടുംബ വീട് കണ്ടു, പിന്നെ 2-3 പേരുടെ വീട്ടിൽ കയറി. ഇനി 2 വീടുകൂടെ കയറാണ്ട് ഇവിടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് പോകും. പോലീസ് തന്നെ ഇടിച്ചു കളയുന്നു പോകരുത്. ഇതാണ് വെഞ്ഞാറമൂട് സിറ്റി. ഇനിയും ഞങ്ങളുടെ കുടുംബ വീടല്ലാതെ ഞങ്ങള് കുടുംബ വീട് കൊടുത്തതിനല്ല, വേറൊരു വീട് കൂടിയുണ്ട്. അപ്പോൾ ആ വീട്ടിലോട്ടൊന്ന് പോകാം. അതിപ്പോൾ അറിയാമോ? ചേച്ചൻ അറിയാമോ ഇങ്ങോട്ടാണ്? ഈ ബ്ലൂ ബോർഡ്, ബ്ലൂ ബോർഡ്. അത്രയ്ക്ക് ഓർമ്മയാ. വിസ്മി എന്നെ കാണാൻ വന്നത് ഇതുവരെയാ. എന്നെ കാണാൻ പിന്നെ ആര് പറഞ്ഞു? ഓ എൻ്റെ അമ്മ, അടിപൊളി മഴയായി. ഓ, ഇത് നല്ല റോഡാക്കിയല്ലേ. വന്നപ്പോ പെരുമഴ. എന്തായാലും പേരെല്ലാം വാങ്ങി പോയി, ആരും ഇല്ല ഇവിടെ ഇപ്പോഴും. താങ്ക് യു.
വീടുകളിലെല്ലാം കയറി. ഇവിടെ വെഞ്ഞാറമൂട്ടിൽ ഞാൻ കാല് കുത്തിയതും ഇടിപെട്ടി മഴ പെയ്തു. കുറേ 4-5 വർഷത്തിന് ശേഷം വെഞ്ഞാറമൂട്ടിൽ കാല് കുത്തിയതുകൊണ്ടാവും. ഇങ്ങനെ എല്ലാ വീടുകളും ഇന്ന് സന്ദർശിച്ചു. ഇനി ഞങ്ങൾ പോത്തീസിലോട്ട് പോവാം. ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് ഇനി പോത്തീസിലോട്ട്. അത് കഴിഞ്ഞിട്ട് പോത്തീസിൽ കയറി അവിടെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിൽ ഇതുവരെ ഞാൻ പോയില്ല. അച്ചാച്ചനാണെങ്കിൽ അവിടെ ഒരു വീട് വെച്ചിട്ട് ജീച്ചേനൊക്കെ പോയായിരുന്നു, കഴിഞ്ഞ വർഷം കണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടില്ല. അപ്പം ആ വീട് ഒന്ന് കാണണം. അതോടെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. ആ പരിപാടിയാണ്. അല്ല, ഞാൻ വെഞ്ഞാറമൂട് വിടാൻ തുടങ്ങിയപ്പോഴേക്കും മഴയൊക്കെ കുറഞ്ഞു. ഇതിലൂടെ ഞാൻ അങ്ങോട്ട് പോകുന്നത് എങ്ങനെയാടി? റൈറ്റ് എടുക്കണം. സിഗ്നൽ ഇല്ല, അതെ, ഈ ഓട്ടോയുടെ കൂടെ പോയാൽ മതി. ഓട്ടോ കവർ ചെയ്യും. ഓട്ടോ ചേട്ടൻ നമുക്ക് വേണ്ടി കവർ ചെയ്തു. ഈ പള്ളിയിലാണോ ഞാൻ ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്? ദേവി, പള്ളി വലിയ പള്ളിയാക്കിയല്ലോ. ദേവി, പള്ളി മൊത്തത്തിൽ പണിത് മാറ്റി. ജയിച്ചാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ തിരക്കുള്ള വണ്ടിയിലൂടെ വഴി കൂടി പിടിക്കുന്നതെന്ന് തോന്നുന്നത്. ഇതാണ് ഈ ഗവൺമെന്റ് ഓഫ് കേരള വണ്ടിയുടെ പുറകെ കൂടി പിടിക്കും. അപ്പൊ പിന്നെ സൈഡ് ചോദിച്ചാലും ഞാൻ സൈഡ് കൊടുക്കത്തില്ല. ഞാൻ പോകുന്ന വഴിയിലേ ഞാൻ പോകത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പുറകെ കൂടെ ചുറ്റിപ്പിടിക്കും, സൈഡ് തരത്തില്ല. ഒരു തമാശ പറയാൻ പറ്റത്തില്ല. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അല്ലേ ഇത്? നല്ല മുത്തുപെട്ട ഞങ്ങൾക്ക് വേണ്ടി പുറയിൽ അടിക്കുന്നുണ്ട്. നമ്മള് സിറ്റി കൂടി തന്നെ ഇറങ്ങി പോകണം അല്ലേ? MG റോഡിലാണ്. അങ്ങനെ അങ്ങ് പറയൂ. കേറിയിരുന്ന് പോവലല്ലേ ഉള്ളൂ. ചേട്ടാ എനിക്ക് അവിടെ ചെന്നിട്ട് വിശക്കത്തുള്ളൂ. ഇവിടെ ഓടിച്ചു കഴിഞ്ഞാൽ ജയിച്ചാൽ എവിടെ വേണമെങ്കിലും ഓടിക്കാൻ ജയിച്ചായ. അതാണ് ഇവിടത്തെ രസമുണ്ട്. എനിക്കിങ്ങനെ മഴകളൊക്കെ ഉള്ള നല്ല ഭംഗിയായിട്ട് കാണാൻ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഞാൻ കാണിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യാ? രക്ഷയില്ല മക്കളെ, രക്ഷയില്ല. എന്ത് ചെയ്യും ഗായ്സ്? സെക്രട്ടേറിയറ്റിന്റെ വീഡിയോ എടുക്കാൻ തക്ക സ്ഥലത്താണ് നിർത്തിയേക്കുന്നത്. പക്ഷെ മാറ്റം എനിക്ക് അതുകൊണ്ടാണ് നോക്കി. അതാണ് സെക്രട്ടേറിയറ്റ്. ഇതാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ്. പോലീസുകാരന് വീഡിയോ എടുത്തൊന്നും പറഞ്ഞിട്ട് കണ്ടാലൊരു തീവ്രവാദി പോരാടി. പല്ലും എന്റെ വീഡിയോ ഇതെല്ലാം സ്പോയിൽ ചെയ്യും. പോയി, എല്ലാം പോയി. ഞാൻ കാര്യമായിട്ട് പറഞ്ഞേ, അരിയുണ്ട കഴിക്കുന്ന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു. ഇതൊക്കെ എത്ര വർഷത്തിന് ശേഷമാണ് കാണുന്നത്. ഇതൊന്നും അങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്ന സാധനമാണ്. എല്ലാവരും ഇവിടെ ടൂറിസ്റ്റ് ഒക്കെ കാണാനായിട്ട് വരുന്ന സ്ഥലമല്ലേ സെക്രട്ടേറിയറ്റ് അല്ലേ? അറിയത്തില്ല.
ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഈ റൈറ്റിലേ പറയും 50 മീറ്റർ ഒന്ന് അളന്നിട്ട് വന്ന് ഈ റൈറ്റ് വണ്ടി ഓടിക്കുമ്പോഴും തമാച്ച. എടുത്തിട്ട് ലെഫ്റ്റ് എടുക്കണമെന്നാണ് പറയുന്നത്. അത് ഞാൻ എടുക്കുന്നത്. റൈറ്റ് എടുക്കൂ. ഇത് ഈ ലെഫ്റ്റ് ആണോ? അല്ല, ആ ലെഫ്റ്റ് ആയിരുന്നു. അയ്യോ ആണോ? ചൂടാ ആയിരുന്നോ? നമ്മള് വീണ്ടും ഭീമയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് മക്കളെ. വീണ്ടും വന്നിരിക്കുകയാണ്. ഇനി വഴി തെറ്റരുത്. ഇവിടുന്ന് റൈറ്റ് ഇടിക്കുക. ആരോ ഇല്ലായിരുന്നു. ആരോ ഇല്ലായിരുന്നു. ആരോ ഉണ്ടായിരുന്നു റൈറ്റ്. ഈ ബുക്ക് സ്റ്റോറിലൊക്കെ വരുന്ന മാഗസിൻ മേടിക്കാനാണ് ഇതല്ലേ? ഇതിനാ നമ്മൾ ഇത്രയും കാലം ചേട്ടാ ചേട്ടന്മാരെ ചേച്ചിമാരെ എല്ലാവരും മാറിക്കോ. അത് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. ചേച്ചിമാരെ എവിടെ പാർക്കിംഗ്? താഴെയായിരിക്കും. ലെഫ്റ്റിലോ? നമുക്ക് വേണ്ടി നേരെ ഒരു സ്പേസ് കിടക്കണം. നേരെ ചവിട്ടി തിരിച്ചിടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അങ്ങോട്ട് തിരിച്ചിട്ട് തട്ടോ? ഇവിടെ തട്ടത്തില്ല. അവിടെ കൊച്ചു നോക്ക്. എന്റെ പാട്ട് കേട്ടോ. ഇറങ്ങാൻ പറ്റൂലായിരിക്കും സാർ. ഡാഡി പിന്നെ ആകാശത്തോടെ ഇറങ്ങണം. Both shall be produced while taking back your vehicle. ഞങ്ങൾ ആദ്യം പോത്തീസിലെത്തി. പോത്തീസിൽ നിന്ന് ഷോപ്പിംഗ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യമേ ഒന്ന് കഴിച്ചിട്ട് ഷോപ്പ് ചെയ്യാമെന്ന് കരുതി. ഫുഡ് കോർട്ട്, അവിടുത്തെ തന്നെ ഫുഡ് കോർട്ടിൽ കയറി. അതിനിവിടെ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് കയറി. ഉണ്ടാക്കുന്ന ആൾക്ക് മടുക്കുന്നില്ല. ജീവിതം മടുത്തിരിക്കുന്നത്. മുളക് വെച്ച് അടി. എന്താണ് ഇവിടെ ഓട്ടോയുടെ മുന്നിൽ ദുഃഖസമ്മാനാവാനുള്ള പരിപാടിയാണ്. ഞങ്ങളുടെ ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ അതൊന്നും എടുക്കൽ നടക്കുന്നില്ല. ഇപ്പം ജീച്ചാൻ്റെ പാൻസ് നോക്കിക്കൊണ്ടിരിക്കുക. ബില്ലുകളുടെ എണ്ണം എന്താണ്? അവർ സാധാരണ വെഡിങ് കസ്റ്റമേഴ്സിന് മാത്രമേ ഒഴിവിട്ടുള്ളൂ. അതെടുത്ത് വെക്കുക. നിന്റെ കയ്യിൽ വായി നോക്കിയിരിക്കും.
നമുക്ക് ഈ ബാഗുകളെല്ലാം കൊണ്ടുപോയി അമേരിക്കയിൽ പോയി വിറ്റാലോ. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലൂടെ ഒന്ന് കയറിയിട്ട് പോവും. വിളികൾ വരാൻ തുടങ്ങി. ഞങ്ങളുടെ പോത്തീസ് ഷോപ്പിംഗ് കഴിഞ്ഞു. വിചാരിച്ചേക്കാളും ടൈം എടുത്തു. എന്തായാലും എല്ലാം കൂടി കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് ഇനിയിപ്പം നാത്തൂൻ്റെ വീട്ടിലോട്ട് പോവാം. നാത്തു എന്ന് പറയുമ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിലോട്ട്. അവിടെ 2-3 മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞു. ഇപ്പം മണി 6 എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് ഫ്രണ്ടിൽ വണ്ടി. മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. എന്നാ പിന്നെ ഇതിൻ്റെ പുറകെ പോയി ഓടിച്ചാൽ മതി. മോനെ ബാ. ഹോസ്പിറ്റലെത്താം. ഇത് നമ്മൾ കിംസ് ആശുപത്രിക്ക് ചേച്ചേ. വേണ്ട. നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം. അതായിരിക്കും നല്ല സമയത്തിലോട്ട് പോകുമായിരുന്നു. പക്ഷെ ലാൻഡിയാണോ എന്താ ചെയ്യും? കളിക്കിടന്ന് കറക്കാനേ പറ്റത്തുള്ളൂ. ലാൻഡിയ സ്ഥലം വേണ്ടേ? ഈ അച്ചാച്ചൻ അഴിച്ചു കൊടുക്കാം. ഞങ്ങൾ ഇപ്പോഴും ഈ റോഡിങ്ങനെ കഴിക്കാം. അയ്യോ, തിരിച്ചു വരുമ്പോ ഇരുട്ടത്ത് ഇപ്പൊ ഒരു വണ്ടിയോട് വന്നാൽ പ്രയാസമായിരിക്കും. കുറച്ച് പാല് മേടിക്കരുത്, മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ. അവിടെ വണ്ടി കിടക്കുന്നു. ഇവിടെ ഓൾറെഡി വണ്ടി കിടക്കുന്നു. ഇവിടെ ഈ ലോട്ട് ഫ്രീ. ഇവിടെ കയറ്റാൻ പറ്റുമോ? വണ്ടി ഒളിച്ചു മടക്കി. അല്ല, ആ വീട്ടിൽ ആരും ഇല്ലല്ലോ. ഇവിടെ നിർത്തിട്ട് പെട്ടെന്ന് ചട്ടിയല്ലോ. വണ്ടി ഈ വ്ളോഗറിന്റെ കൂടെ നിൽക്കുന്നതൊക്കെ വലിയ ഇതാണ്. വേണം. ഹലോ, ഇത് പുതിയ ആളാ. നമ്മള് ആദ്യ നിങ്ങൾ വരുന്ന പ്രമാണത്തിൽ ഞങ്ങൾ രാവിലെ അടുക്കള വരുമ്പോ കൊറേ സാധനമൊക്കെ കൊണ്ടുവരണം. രാവിലെ ഒന്നും ഇല്ല അതില്. ഞങ്ങള് ഉച്ചക്കത്തെ ചോറ് റെഡിയാക്കാന്ന്. വേണ്ട. എങ്കിൽ പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചാൽ കുറച്ചായി പോയി. അത് സാരമില്ല. ഇതുപോലെ തന്നെയാണോ മേളില്? കുറച്ചും കൂടെ ഇവിടെ വ്യത്യാസമുണ്ട്. ക്യാമറ ഇടുന്ന അച്ഛൻ്റെ വീട് കാണുക പരിപാടി. ഓ, ഇവിടെ ജിമ്മൊക്കെ ഉണ്ട്. പോലീസുകാരനെ
പോലും കാണത്തോട്ടോ, അപ്പുറത്തെ 2 സൈഡിലും ഉണ്ട് കയറി. പിന്നെ നല്ല മട്ടൻ കറി. നല്ല മട്ടൻ കറിയൊക്കെ ആയിരുന്നു. അങ്ങനെ അച്ചാച്ചൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം നാത്തൂൻ്റെ പപ്പയും മമ്മിയും അനിയനും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും നല്ല സ്വീകരണമൊക്കെ ആയിരുന്നു. അപ്പവും മട്ടൻ കറിയും ചക്കയും ചക്കയുടെ ചിപ്സും എല്ലാം നല്ല കാര്യമായിട്ട് കഴിച്ചു. ഇനി സമയം 7:30 ഇനിയിപ്പം വീട്ടിൽ ഏനാത്തോട്ട് പോവാം. പിള്ളേരവിടെ ക്ഷമ നശിച്ചിരിക്കുകയാണോന്നറിയില്ല. നമ്മൾ എത്തുമ്പോഴേക്കും 9-9:30 ആവും. നമ്മൾ സിറ്റിയിലെ ട്രാഫിക്കിൽ നിന്നൊന്ന് വിട്ടു ഇറങ്ങാൻ നല്ല സമയമെടുക്കും എന്തായാലും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. എത്രയ്ക്കുണ്ട് ഇല്ലെന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ജീവിച്ചാൽ വരുമ്പോൾ അറിയും അല്ലേ? ജീവിച്ചാൽ എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം ഇതെന്തൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്നൊക്കെ. അപ്പം എന്തായാലും ഒരു നല്ല ദിവസമായിരുന്നു. ഇന്ന് കുറേ പേരെ കാണാൻ പറ്റി. കാണാൻ ആഗ്രഹിച്ചവരെല്ലാവരും ഇന്ന് കണ്ടു. അതുപോലെ അച്ചച്ചൻ വീട് വെച്ചിട്ട് കാണാൻ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ ഭാഗ്യമില്ലാഞ്ഞത്. അപ്പം ഇന്ന് അതും സാധിച്ചു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനിയും പോവാം. അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിലൂടെ കാണാം. ഇനിയൊരു യാത്രാ വീഡിയോ ആയിട്ടായിരിക്കും പുതുതായിട്ട് വരുന്നത്. അപ്പം നമുക്കൊരു പുതിയ വീഡിയോയിലൂടെ കാണുമ്പോഴേക്കും ഞാൻ ഇവിടെ തന്നെ കണ്ടു. ബ്ലോഗ് ബ്ലോഗ് തിരുവനന്തപുരം ബ്ലോഗ്.